സിനിമയ്ക്കൊരു ഒരു പരാമർശം സംസ്ഥാന അവാർഡ് ഒതുങ്ങിയപ്പോൾ ദേശീയ അവാർഡ് വന്നു. വരട്ടെ. അയ്യോ മനോജേട്ടൻ, വർഷങ്ങളായി സുരഭി തുടരുന്ന ഈ അഭിനയ ജീവിതത്തിൽ ഇപ്പോൾ കിട്ടിയ ഈ ദേശീയ പുരസ്കാരത്തോടുകൂടി സുരഭി ഇന്ന് നിൽക്കുന്നത് ആക്ടിംഗ് പ്രൊഫഷൻ്റെ ഒരു ജംഗ്ഷനിലാണ്. പക്ഷേ സുരഭി ഇപ്പോൾ ഇരിക്കുന്നതാവട്ടെ പ്രശസ്തരും അപ്രശസ്തരുമായ ഒരുപാട് മികച്ച വ്യക്തിത്വങ്ങൾ ഉപവിഷ്ടരായ JB ജംഗ്ഷനിലെ കസേരയിൽ. ഇവിടെ പ്രത്യേകിച്ച് വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്ത മിസ്റ്റർ ജോൺ ബുട്ടാസിന് മുന്നിൽ ഒരു ടെറ്റെ ടോക്കിനായി എത്തിപ്പെടാൻ സാധിച്ചതിനാണ് സുരഭിക്ക് ഇന്നത്തെ എൻ്റെ അഭിനന്ദനം. ഇന്നലെ മിനിഞ്ഞാന്നുള്ളതൊക്കെ ഞാൻ തന്നു കഴിഞ്ഞല്ലോ. സുരഭിക്ക് ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചതിലൊരു ചെറിയ കാരണം ഞാനുമാണല്ലോ. അങ്ങനെയാണെങ്കിൽ കൈക്കൂലി ചവയുള്ള ഒരു ചെറിയ ആഗ്രഹം എനിക്ക് വേണ്ടി സുരഭി സാധിച്ചു തരണം. നമ്മൾ ഈ JB ജംഗ്ഷൻ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്ന പരിപാടിയാണ്. ഈ JB ജംഗ്ഷനിൽ വന്നിരിക്കുന്ന അതിഥികളെ അവരിൽ നിന്ന് മലയാളി അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് പ്രഷറൊന്നും കൊടുക്കാതെ അവരെ കൊണ്ട് പറയിക്കുന്ന ഒരു മാന്ത്രിക പേന ഈ JB ജംഗ്ഷനിൽ ഒരാളുടെ ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഡസൻ അത്തരം പേനയെങ്കിലും ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിലൊരു പേന സുരഭി എനിക്ക് വേണ്ടി മേടിച്ചു തരണം. ഇനി ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ഈ സിനിമയിൽ നമ്മൾ ഒരുപാട് മണിക്കൂറിലെടുത്ത് ചിത്രീകരിച്ച ഒരു രംഗമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് സുരഭിയെ പീഡിപ്പിക്കുന്ന രംഗത്തെക്കുറിച്ചാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ആ സീൻ ഇപ്പോഴുള്ളതുപോലെ അല്ലായിരുന്നു ഞാൻ എഴുതിയിരുന്നുവെങ്കിൽ, ഐ മീൻ ഡ്യൂപ്പിന് വേണമെന്ന് സുരഭി പറയുമായിരുന്നു. പിന്നെ എന്നിട്ട് വേണം അവാർഡ് വേറെ ആക്ക് പോവാന്. അത് ആ രംഗം ചെയ്യുമ്പോ കുറച്ചിങ്ങനെ ഒരു വയറിന്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തൊടുന്നേ ഉള്ളൂ. പക്ഷെ അവനെന്തെന്നാ പറയേണ്ടത്, ഓനിങ്ങനെ കൈ കിട്ടി. ഞാൻ ചോദിച്ചേടോ ഈ തബല അടിക്കാനല്ല, ഇവിടെ ജസ്റ്റ് ഒന്ന് തൊടാൻ, ഓൻ ഇങ്ങനെ കളിക്കാൻ. അപ്പൊ ഓന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊടാനുള്ള. പക്ഷെ അവന് ഭയങ്കര ഞാൻ എന്തെങ്കിലും പറയോ അത്. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട്, നീ എങ്ങനെ തൊട്ടാലും എനിക്ക് മനസ്സിലാവും, നീ ഏത് അർത്ഥത്തിലാ തൊടുന്നെന്നുള്ളത് നിന്റെ തൊടൽ എനിക്ക് മനസ്സിലാവും. അപ്പൊ നീ സാധാരണത്തെ പോലെ തൊട്ടാ മതി, പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നും വെക്കാതിരുന്നാ മതി എന്ന്. അപ്പൊ തന്നെ അവന്റെ പകുതി കാറ്റും പോയി. ഭീഷണിയായിരുന്നു. മാത്രമല്ല ഇന്നത്തെ കാലം അത്ര നല്ലതല്ല. ഓരോ ഫോൺ ചെയ്താൽ മതി. സിനിമയുടെ സബ്ജക്റ്റ് അതാണ്, വനിതാ ഹെൽപ്പ് ലൈൻ ആണ്. അതെ, അപ്പം അങ്ങനെ തന്നെ. അപ്പൊ അവനിത് ചെയ്യാം. അപ്പൊ ഉച്ചയ്ക്ക് ഞങ്ങൾ എത്രയോ ടേക്ക് എടുത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ അത്രയും ഞങ്ങൾ മാരത്തോൺ ഓട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ആ സിനിമ തീർക്കുന്നത്. 12 ദിവസം കൊണ്ട് ഇതിന്റെ സീൻസ് ഒക്കെ തീർക്കണം. അപ്പൊ ഞങ്ങൾ രാവിലെ 6 മണി മുതൽ രാത്രി 11 മണി 12 മണി വരെയൊക്കെയാണ് ഇതിന്റെ ഷൂട്ട്. അപ്പൊ ഇതിലിടയ്ക്ക് ഞങ്ങൾക്ക് ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. അപ്പൊ ഇവനിങ്ങനെ റീടേക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പിന്നെ മനോജേട്ടനും മാത്രം അഭിനയിച്ചു. ആ മേക്കോട്ട് നീങ്ങിയത് ഓൻ ശരിക്കും പേടിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ അവനെ കൂളാക്കിട്ട് അവനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. ഇനിയിപ്പം അതിനേക്കാൾ എനിക്ക് സത്യത്തിൽ അത് കുറച്ചും കൂടി വേണമായിരുന്നു. മനോജേട്ടൻ അത് അത്ര എഴുതിയില്ല കേട്ടോ. നല്ലൊരു പരിഭവം ഉണ്ട്, നമുക്ക് അടുത്ത സിനിമയിലാവാം. അപ്പൊ തീവ്രമായിട്ട് വേണമെങ്കിൽ ചെയ്യായിരുന്നു. പക്ഷെ അല്ല, മനോജേട്ടൻ ഇപ്പൊ സംസാരിക്കും പോലെ തന്നെയാണ്. ചിലപ്പോ ഒന്നും എനിക്ക് മനസ്സിലാവില്ല മൂപ്പര് സംസാരിക്കുന്നത്. വളരെ അങ്ങനെ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ നല്ല ഭംഗിയാക്കി നല്ല രസമായിട്ടല്ലേ സംസാരിക്കുക. അതേപോലെ തന്നെയാണ് പുള്ളി എപ്പോഴും സംസാരിക്കുക. അത് ഞാൻ വാങ്ങിത്തരാം. ഏത് പേന? അത് എന്ത് തങ്കപ്പെട്ട മനുഷ്യനാ നമ്മളെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ആദ്യം വിനോദേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ, ഞാൻ അത് വാങ്ങി നിങ്ങൾക്ക് തന്നിരിക്കും. എനിക്ക് ഇത്രയും ദേശീയ അവാർഡ് വാങ്ങി തന്ന ഒരു കഥാപാത്രം തന്ന നിങ്ങൾക്ക് ഞാൻ ഇത് വാങ്ങിച്ചു തന്നില്ലെങ്കിൽ എന്ത് തരാനാണ്? അത് തരാൻ പ്രത്യേകിച്ച് എന്റെ നാട്ടുകാരനും കൂടി അയൽനാട്ടുകാരനും കൂടി ആയ ബ്രിട്ടാസ് സാറോ ചേട്ടനോ, ഞാനൊരു ചേട്ടന്റെ സ്ഥാനത്താണ് കാണുന്നത്. അത് എനിക്ക് എന്തായാലും അത് തരും, ഉറപ്പായിട്ടും. സോപ്പാണോ? സോപ്പൊന്നും അല്ല, കറക്റ്റ് ഇപ്പൊ കൊടുത്ത കാരണം മൂപ്പർ ഇതിലാണ് ഇങ്ങനെ തോണ്ടി എടുക്കുന്ന ഒരു സംഭവം കൂടിയാണ്. നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ ഉറപ്പായിട്ടും വാങ്ങിച്ചുകൊണ്ട്. മനോജേട്ടന്റെ കയ്യിൽ ഈ പേന കിട്ടിക്കഴിഞ്ഞാല് അടുത്ത സ്ക്രിപ്റ്റും എഴുതും. അതും ഇത് ആരുടെ കയ്യിലിരുന്ന പേനയാണ്? മനോജേട്ടന്റെ കഴിവും സാറിന്റെ കഴിവും എല്ലാം കൂടി ചേർന്ന ഒരു പേന കൊണ്ട് ചേരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇമ്പം ചേരുമ്പോൾ ചേർക്കുക.